പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ്വർക്ക് ഡിവൈസുകളെ കുറിച്ചിട്ടും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനെ കുറിച്ചും പ്രത്യേകിച്ചും അതിലുപയോഗിക്കുന്ന മാക് അഡ്രസ്സിനെ കുറിച്ചുമാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. കൂടാതെ ഒരു ലോക്കൽ നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടറിലെ പരസ്പരം കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹബിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ലോക്കൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള 10-20 കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അവ തമ്മിൽ ഒരു ആശയവിനിമയം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഹബ് ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞ് നിർത്തുകയുണ്ടായി. ഇന്ന് ആദ്യം ഒരു ലോക്കൽ നെറ്റ്വർക്കിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് എങ്ങനെ അവക്കിടയിൽ വളരെ കൃത്യതയോടുകൂടി വേഗതയോടുകൂടി ഒരു ആശയവിനിമയം സാധ്യമാക്കാം എന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വിച്ച് മൾട്ടി പോർട്ടുകളുള്ള ഒരു ഇൻ്റലിജൻ്റ് ഡിവൈസാണ്. എന്ന് പറഞ്ഞാൽ മാക് അഡ്രസ്സിൻ്റെ സഹായത്തോടുകൂടി തന്നെയാണ് സ്വിച്ചിൻ്റെയും പ്രവർത്തനം. അതുകൊണ്ട് തന്നെ സ്വിച്ചും ഒരു ഡാറ്റ ലിങ്ക് ലെയർ ഡിവൈസാണ്. എന്തുകൊണ്ടാണ് സ്വിച്ചിനെ ഇൻ്റലിജൻ്റ് ഡിവൈസ് എന്ന് വിശേഷിപ്പിക്കുന്നത്? സ്വിച്ച് ഡാറ്റ ഫ്രെയിമിനെ അതിൻ്റെ ശരിയായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഡിവൈസിലേക്ക് മാത്രമേ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, സ്വിച്ചിന് ഒരേ സമയം ഡാറ്റ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും കഴിയും. സ്വിച്ചിനെ ഇതിന് സാധ്യമാക്കുന്നത് സ്വിച്ചിനകത്ത് ഡിവൈസുകളുടെ മാക് അഡ്രസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാക് ടേബിൾ അല്ലെങ്കിൽ സോഴ്സ് അഡ്രസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതൊരു സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ള ലാൻ നെറ്റ്വർക്കാണ്. ഇവിടെ നമുക്ക് കാണാം, നോഡ് എയിൽ നിന്ന് ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ സ്വിച്ച് അത് ബിയിലേക്ക് മാത്രമാണ് ഡെലിവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഡാറ്റ ചെയ്യപ്പെടുമ്പോഴും ഡിയിലേക്ക് മാത്രമേ ഡാറ്റ സ്വിച്ച് ഫോർവേഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഓരോ നോഡ് ടു നോഡ് കോൺവെർസേഷനും ലഭ്യമായിട്ടുള്ള മുഴുവൻ ബാൻഡ് വിഡ്ത്തും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, സെപ്പറേറ്റ് കൊളീഷൻ ഡൊമൈൻ ആയതിനാൽ മറ്റു കോൺവെർസേഷനുമായി കൂട്ടിമുട്ടാനുള്ള സാഹചര്യവും ഒഴിവാകുന്നു. സ്വിച്ചിൻ്റെ മറ്റൊരു സവിശേഷതയാണ് അതിന് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാക് ടേബിൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിത്രത്തിൽ സ്വിച്ചിൻ്റെ പോർട്ടുകളിൽ 4 കമ്പ്യൂട്ടറുകളാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ പോർട്ടിലും കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൻ്റെ മാക് അഡ്രസ് ആ പോർട്ടുമായി ബന്ധപ്പെട്ട് സാറ്റ് ടേബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ കമ്പ്യൂട്ടർ എയിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രെയിം കമ്പ്യൂട്ടർ സിയിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ സ്വിച്ച് ആ ഫ്രെയിമിനെ കമ്പ്യൂട്ടർ സി കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട് 4ലേക്കാണ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കൃത്യമായി സ്വിച്ചിൻ്റെ സാറ്റ് ടേബിൾ പരിശോധിച്ചുകൊണ്ട് ഡാറ്റ ഫ്രെയിമിൻ്റെ സോഴ്സ് മെഷീൻ ഏതാണെന്നും അതിൻ്റെ ഡെസ്റ്റിനേഷൻ മെഷീൻ ഏതാണെന്നും സ്വിച്ചിനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ്. ഈ സ്വിച്ചിലേക്ക് പുതിയതായി 2 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വിച്ച് അതിൻ്റെ മാക് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കമ്പ്യൂട്ടർ ഇയും എഫും സ്വിച്ചിൻ്റെ 8ാമത്തെയും 9ാമത്തെയും പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. ഇയിൽ നിന്ന് എഫിലേക്ക് ഒരു ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്യുകയാണ്. സ്വിച്ച് ഈ ഡാറ്റ ഫ്രെയിം റിസീവ് ചെയ്തിട്ട് അതിൻ്റെ സോഴ്സ് മാക് അഡ്രസ്സാണ് ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ സ്വിച്ചിന് മനസ്സിലാകും അത് സാറ്റ് ടേബിൾ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു അഡ്രസ്സ് അല്ല. അങ്ങനെ വരുമ്പോൾ പോർട്ട് 8ൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പുതിയ ഡിവൈസ് ആണെന്നും അതിൻ്റെ മാക് അഡ്രസ്സ് സാറ്റ് ടേബിളിലെ 8ാമത്തെ പോർട്ടിന് ആനുപാതികമായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ആ ഡാറ്റ ഫ്രെയിമിലെ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് പരിശോധിച്ച് നോക്കും. അതും സാറ്റ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് പോർട്ടിലേക്കാണ് ഡാറ്റ ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് സ്വിച്ചിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ വരും. അപ്പോഴാണ് സ്വിച്ച്
ബ്രോഡ്കാസ്റ്റിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്വിച്ച് ഡാറ്റ ഫ്രെയിം റിസീവ് ചെയ്ത പോർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പോർട്ടുകളിലേക്കും ഇതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എഫ് എന്ന മെഷീൻ ആ ഡാറ്റ ഫ്രെയിം കൃത്യമായി സ്വീകരിക്കുകയും സ്വിച്ചിന് തിരിച്ചൊരു റിപ്ലൈ മെസ്സേജ് അയക്കുകയും ചെയ്യും. ആ റിപ്ലൈ മെസ്സേജ് ലഭ്യമാകുമ്പോൾ സ്വിച്ചിന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും പോർട്ട് 9 ആ ഡെസ്റ്റിനേഷൻ മെഷീൻ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. അതനുസരിച്ച് സാറ്റ് ടേബിളിലെ 9ാമത്തെ പോർട്ടിൽ ഈ മാക് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ഉപയോഗിച്ചുകൊണ്ട് സ്വിച്ച് റെഗുലറായി അതിൻ്റെ മാക് അഡ്രസ് ടേബിൾ അല്ലെങ്കിൽ സാറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് സ്വിച്ചിനെ ഒരു ഇൻ്റലിജൻ്റ് ഡിവൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ ഒരു ലാൻ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും സ്വിച്ചിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വിച്ചിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ ഒരു ലോക്കൽ നെറ്റ്വർക്കിനകത്ത് ആശയവിനിമയം സാധ്യമാകും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. നമ്മളിവിടെ കൊളീഷൻ ഡൊമൈൻ, ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ എന്നീ പദങ്ങളൊക്കെ ചർച്ച ചെയ്തായിരുന്നു. ചില കൂട്ടുകാർക്കെങ്കിലും ചെറിയ ചില ആശയക്കുഴപ്പങ്ങളുണ്ടാകാം. നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി അത് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ് റൂം ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോലെ നിങ്ങളുടെ ക്ലാസ് റൂം ഒരു 30 കൂട്ടുകാരെങ്കിലും ഉണ്ടാവുമല്ലോ ക്ലാസ് റൂമിനകത്ത്. അവിടെ എങ്ങനെയാണ് ഒരു ആശയവിനിമയം സാധ്യമാകുന്നത്? നിങ്ങൾ സംസാരിക്കേണ്ട ആളിനെ ആദ്യം പേരെടുത്ത് വിളിക്കണം. അയാളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് അയാൾ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അയാൾക്കൊരു പേരുണ്ടെന്നും ആ പേരെടുത്ത് വിളിക്കുകയും വേണം. നെറ്റ്വർക്കിനുമുണ്ട്. എന്താ നെറ്റ്വർക്കിലെ ഓരോ സിസ്റ്റത്തിൻ്റെയും പേര്? യൂണിക്കായിട്ടൊരു നമ്പർ NIC കാർഡിൽ ഉള്ള കാര്യം നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മാക് അഡ്രസ്സ് എന്ന് പറയും. അപ്പോൾ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടർ മാക് അഡ്രസ് സഹായത്തോടു കൂടി മറ്റൊരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾ കൂട്ടുകാരനെ പേരെടുത്ത് വിളിക്കുന്നു. അപ്പോൾ അയാൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ആ ചെയ്ത പ്രോസസ്സാണ് ബ്രോഡ്കാസ്റ്റിംഗ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ആ കൂട്ടുകാരനുമായിട്ട് പരസ്പരം ആശയവിനിമയം സാധ്യമാകുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. 30ഓളം പേരുള്ളൊരു ക്ലാസ് റൂമാണ്. നിങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചു തുടങ്ങിയാൽ ആർക്കെങ്കിലും ക്ലിയറായി കേൾക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം ആ ക്ലാസ് റൂമിനകത്ത് നിലവിൽ ഒരു സിംഗിൾ കൊളീഷൻ ഡൊമൈനാണുള്ളത്. അവിടെ നിങ്ങളുടെ ക്ലാസ് ലീഡർ ഇടപെട്ടുകൊണ്ട് ഒരു ക്രമീകരണം സാധ്യമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-to-1 കോൺവെർസേഷന് പറ്റുന്ന രീതിയിൽ ക്ലാസ്സിനൊന്ന് ക്രമീകരിച്ച് മറ്റുള്ള കുട്ടികളുടെ സംസാരവുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ പരസ്പരം സംസാരിക്കാൻ ഒരു ക്രമീകരണം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റ് സംസാരത്തിനെ ബാധിക്കാതെ നിങ്ങൾ ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്ന കൂട്ടുകാരനുമായിട്ട് എന്ത് ചെയ്യാം? സംസാരിക്കാൻ കഴിയും. അപ്പോൾ അവിടെ എന്ത് ഉണ്ടായെന്ന് പറയാം? സിംഗിൾ കൊളീഷൻ ഡൊമൈൻ ആയിരുന്ന ക്ലാസ് റൂമെ നിങ്ങളെ ലീഡറിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു? സെപ്പറേറ്റ് കൊളീഷൻ ഡൊമൈനാക്കി മാറ്റി. അപ്പോൾ നെറ്റ്വർക്കിൽ ആരാണ് ലീഡർ? അതെ, സ്വിച്ചാണ് നെറ്റ്വർക്കിൽ ഈ ജോലി ചെയ്യുന്നത്. സ്വിച്ച് എന്ത് ക്രമീകരണമാണ് വരുത്തുന്നത്? ഓരോ ഡിവൈസിൻ്റെയും മാക് അഡ്രസ്സ് എടുത്തുകൊണ്ട് ഒരു മാക് ടേബിൾ ഉണ്ടാക്കി ഒരു സിസ്റ്റത്തിന് മറ്റൊരു സിസ്റ്റവുമായിട്ട് 1-to-1 കോൺവെർസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് കൊളീഷൻ ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തത വന്ന് കാണും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ക്ലാസ് റൂമിനകത്ത് പേരെടുത്ത് വിളിച്ചുകൊണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു ക്രമീകരണത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് നിന്നുകൊണ്ട് മറ്റൊരു സ്കൂളിലെ അല്ലെങ്കിൽ കുറച്ച് മാറി മറ്റൊരു ക്ലാസ് റൂമിലെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടോ വിളിച്ചുകൊണ്ടോ വല്ല സംസാരിക്കാൻ കഴിയുമോ? കഴിയില്ല. അതേ അവസ്ഥ തന്നെയാണ് നെറ്റ്വർക്കിലും. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മറ്റൊരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലേക്ക് ആശയവിനിമയം നടത്തണമെങ്കിൽ മാക് അഡ്രസ്സിൻ്റെയോ ഈ ബ്രോഡ്കാസ്റ്റിംഗ് പരിപാടി കൊണ്ടോ സാധ്യമല്ല. അവിടെ എന്ത് വേണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലെ ഒരു കുട്ടിയുടെ കോൺവെർസേഷൻ നടത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു അഡ്രസ്സ് വേണം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ പേര്, ക്ലാസ് നമ്പർ, ഏത് ക്ലാസ്സാണ്, ഏത് സ്കൂളാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് അഡ്രസ്സ് ആവുന്നത്.
മെസ്സേജ് അയക്കുന്ന കുട്ടിക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് എന്ത് ചെയ്യാം, ഈ അഡ്രസ്സ് വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും. നെറ്റ്വർക്കിലും ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിന് മറ്റൊരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുമായിട്ട് ആശയവിനിമയം സാധ്യമാകണമെങ്കിൽ മാക് അഡ്രസ്സ് മാത്രം പോരാ, എന്ത് ചെയ്യണം, ഒരു ലോജിക്കൽ അഡ്രസ്സിങ് കൂടെ വേണം. ഇതാണ് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ച IP അഡ്രസ്സിങ് എന്ന് പറയുന്നത്. IP അഡ്രസ്സിങ്ങിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലേക്ക് ആശയവിനിമയം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നമുക്കിനി IP അഡ്രസ്സിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ പറ്റിയും അവയുടെ പ്രവർത്തനത്തെ പറ്റിയും പഠിക്കാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് റൂട്ടർ, ഗേറ്റ്വേ എന്നീ ഡിവൈസുകളെ കുറിച്ചാണ്. രണ്ടിൻ്റെ ഉപയോഗം ഒന്നാണെങ്കിലും അവ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു നെറ്റ്വർക്കിലെ ഡിവൈസിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലെ ഡിവൈസിലേക്ക് ഡാറ്റ പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നതിലേക്കാണ് റൂട്ടർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് നെറ്റ്വർക്കുകളും ഒരേ പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്നവയായിരിക്കണം. എന്നാൽ രണ്ട് വ്യത്യസ്ത പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകൾ തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെങ്കിൽ അവിടെ റൂട്ടറിന് പകരം ഗേറ്റ്വേ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം അവിടെ രണ്ട് നെറ്റ്വർക്കിനും അനുയോജ്യമായ രീതിയിൽ പ്രോട്ടോക്കോൾ കൺവേർഷൻ നടത്തേണ്ടതുണ്ട്. ഇവയുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാവണമെങ്കിൽ മാക് അഡ്രസ്സിനെ കുറിച്ചും IP അഡ്രസ്സിനെ കുറിച്ചും വളരെ കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു ലോക്കൽ നെറ്റ്വർക്കിനകത്തെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് മാക് അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. മാക് എന്ന് പറയുന്നത് ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ള ഗ്ലോബലി യൂണിക്കായിട്ടുള്ള ID അഡ്രസ്സാണ്. ലോക്കൽ നെറ്റ്വർക്കിനകത്ത് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ നെറ്റ്വർക്കിനകത്തെ മറ്റു ഡിവൈസുകളെ തിരിച്ചറിയാമെങ്കിൽ ഇൻ്റർനെറ്റ് പോലുള്ള വളരെ ബൃഹത്തായ ഒരു കൂട്ടം നെറ്റ്വർക്കുകളിൽ ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നിക് പ്രായോഗികമല്ല. ഇനി IP അഡ്രസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ നെറ്റ്വർക്കുകൾ തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെങ്കിൽ IP അഡ്രസ്സിംഗ് ആവശ്യമാണ്. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു അഡ്രസ്സാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടഡ്രസ്സ് താമസം മാറുകയാണെങ്കിൽ അഡ്രസ്സ് മാറുമല്ലോ, പക്ഷെ നിങ്ങളുടെ പേര് എപ്പോഴും സ്ഥിരമായിരിക്കും. അതുകൊണ്ട് തന്നെ മാക് അഡ്രസ്സിൻ്റെയും IP അഡ്രസ്സിൻ്റെയും ഒരുമിച്ചുള്ള സഹായം കൊണ്ട് മാത്രമേ നെറ്റ്വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനകത്തുള്ള കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യപ്പെടേണ്ട ഡിവൈസ് ഏതാണെന്ന് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. സ്വിച്ചിനെ പറ്റി പറഞ്ഞപ്പോൾ സോഴ്സ് അഡ്രസ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അവിടെ പുതുതായി കണക്ട് ചെയ്ത എന്ന ഡിവൈസിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഫ്രെയിമിൽ സോഴ്സ് മെഷീനായ ഇയുടെയും ഡെസ്റ്റിനേഷൻ മെഷീനായ എഫിൻ്റെയും മാക് അഡ്രസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും, എന്ന ഡിവൈസിന് എങ്ങനെയാണ് എഫിൻ്റെ മാക് അഡ്രസ് അറിയാവുന്നത്? ഇത് സാധ്യമായത് ARP അല്ലെങ്കിൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. ARP എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസിൻ്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഒരു ഡിവൈസിനെ ലോക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിന് ഒരു IP അഡ്രസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. യൂസറിന് സ്റ്റാറ്റിക്കായിട്ട് ഒരു IP അഡ്രസ് സെറ്റ് ചെയ്യുകയുമാകാം, അതല്ല എങ്കിൽ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൈനാമിക്കലി ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ IP അഡ്രസ്സിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ലോക്കൽ നെറ്റ്വർക്കിലെ മറ്റ് ഡിവൈസുകളുമായി ബന്ധപ്പെടാനും ARP ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ക്യാഷ് മെമ്മറിയിൽ രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് ARP പ്രോട്ടോക്കോളിൻ്റെ ഉത്തരവാദിത്വം. നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി ഇത് മനസ്സിലാക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു LAN നെറ്റ്വർക്ക് കാണാം. ഓരോന്നിനും ക്ലാസ് Cയിൽ വരുന്ന IP അഡ്രസ്സും നൽകിയിട്ടുണ്ട്. ഇവിടെ 192.168.1.10 എന്ന IP അഡ്രസ് നൽകിയ A എന്ന ഡിവൈസിനെ പുതുതായി കണക്ട് ചെയ്യുകയാണ്. ഈ IP അഡ്രസ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ഡിവൈസുകളിലേക്കും
എ എന്ന ഡിവൈസിലെ ARP പ്രോട്ടോകോൾ ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഡിവൈസുകൾ എ എന്ന ഡിവൈസിലേക്ക് അവയുടെ IP അഡ്രസ്സും MAC അഡ്രസ്സും തിരിച്ച് മെസ്സേജ് ചെയ്തു കൊടുക്കും. ഇതനുസരിച്ച് ആ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസുകളുടെയും IP അഡ്രസ്സും ആനുപാതികമായുള്ള അവയുടെ MAC അഡ്രസ്സും മാപ്പ് ചെയ്തുകൊണ്ട് ഒരു ARP ടേബിൾ എ എന്ന ഡിവൈസിൻ്റെ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ എല്ലാ ഡിവൈസുകളുടെയും ക്യാഷ് മെമ്മറിയിൽ ആ നെറ്റ്വർക്കിലെ മറ്റ് ഡിവൈസുകളുടെ MAC അഡ്രസ്സും IP അഡ്രസ്സും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു മെഷീന് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ MAC അഡ്രസ്സും രേഖപ്പെടുത്താൻ കഴിയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. IP അഡ്രസ്സുകളുടെയും ARPയുടെയും പ്രവർത്തനം നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് റൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളിലെ ഡിവൈസുകൾ തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്നതെന്ന് പരിശോധിക്കാം. ചിത്രത്തിൽ ഒരേ പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന 3 വ്യത്യസ്ത ലാനുകൾ കാണാൻ കഴിയും. ഓരോ ലാനിനകത്തും സ്വിച്ചിൻ്റെ സഹായത്തോടുകൂടി ഡിവൈസുകളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. റൂട്ടർ ഡിവൈസിൻ്റെ സഹായത്തോടുകൂടി എല്ലാ ലാൻ നെറ്റ്വർക്കുകളിലെയും സ്വിച്ചുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൂ ലാൻ നെറ്റ്വർക്കിലെ ഡിവൈസിന് റെഡ് ലാൻ നെറ്റ്വർക്കിലെ ഡിവൈസുമായി ആശയവിനിമയം സാധ്യമാക്കണമെങ്കിൽ റൂട്ടറിനകത്തുള്ള റൂട്ടിംഗ് ടേബിളിൻ്റെ സഹായത്തോടു കൂടി കഴിയുന്നതാണ്. എന്താണ് റൂട്ടിംഗ് ടേബിൾ? സ്വിച്ചിനകത്ത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളുടെയും MAC അഡ്രസ് വെച്ചുകൊണ്ട് ഒരു സ്വിച്ചിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ റൂട്ടർ ഡിവൈസിനകത്ത് അതിൻ്റെ ഇൻ്റർഫേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നെറ്റ്വർക്ക് ഇൻ്റർഫേസുകളുടെയും IP അഡ്രസ്സ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. ഈ റൂട്ടിംഗ് ടേബിളിൻ്റെ സഹായത്തോടു കൂടിയാണ് നെറ്റ്വർക്കുകൾ തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാകുന്നത്. സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോക്കൽ നെറ്റ്വർക്കിനകത്തുള്ള കൊളീഷൻ ഡൊമൈൻ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ റൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഓരോ നെറ്റ്വർക്കുകൾക്കും സെപ്പറേറ്റ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ സൃഷ്ടിക്കാനും ഇവിടെ സാധിക്കുന്നതാണ്. വ്യത്യസ്ത പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളിലെ സിസ്റ്റങ്ങൾ തമ്മിൽ ആശയവിനിമയം സാധ്യമാകണമെങ്കിൽ അവിടെ ഗേറ്റ്വേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ റൂട്ടറിനകത്ത് ഡിഫാൾട്ട് ഗേറ്റ്വേ എന്നൊരു ഫംഗ്ഷൻ കൂടി ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിഫാൾട്ട് ഗേറ്റ്വേയുടെ പ്രവർത്തനം എന്നാണ് നമുക്കിനി പഠിക്കേണ്ടത്. ചിത്രത്തിൽ ABCD എന്ന 4 കമ്പ്യൂട്ടറുകൾ കാണാം. ഇവിടെ എയും ബിയും ഒരു ലോക്കൽ നെറ്റ്വർക്കിലെ ഡിവൈസുകളാണ്. സ്വിച്ചിൻ്റെ സഹായത്തോടെ അവ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിയും ഡിയും മറ്റൊരു ലോക്കൽ നെറ്റ്വർക്കിലെ ഡിവൈസുകളാണ്. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പ്രവർത്തിക്കുന്ന ഈ 2 നെറ്റ്വർക്കുകളെയും ഡിഫാൾട്ട് ഗേറ്റ്വേയുടെ സഹായത്തോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എക്ക് ബിയുമായി കണക്ട് ചെയ്യണമെങ്കിൽ സ്വിച്ചിൻ്റെ സഹായത്തോടു കൂടി ARP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലോക്കൽ കമ്മ്യൂണിക്കേഷൻ മതിയാകും. എന്നാൽ എക്ക് സിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ റിമോട്ട് കമ്മ്യൂണിക്കേഷനാണ് നടത്തേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാം. എ എന്ന ഡിവൈസിന് ബി ലോക്കൽ നെറ്റ്വർക്കിനകത്തെ ഡിവൈസ് ആണെന്നും സി ഒരു റിമോട്ട് നെറ്റ്വർക്കിലെ ഡിവൈസ് ആണെന്നും എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അങ്ങനെ മനസ്സിലായെങ്കിൽ മാത്രമല്ലേ റിമോട്ട് കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ക്രമീകരണങ്ങൾ എക്ക് ചെയ്യാൻ കഴിയൂ. അവിടെ സബ്നെറ്റ് മാസ്ക് എന്ന ഒരു അഡ്രസ്സിനെ കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. നെറ്റ്വർക്കിലെ ഡിവൈസുകൾക്ക് IP അഡ്രസ് നൽകുന്നതോടൊപ്പം 32 ബിറ്റ് സൈസുള്ള IP അഡ്രസ്സിൻ്റെ അതേ സ്ട്രക്ചറിലുള്ള മറ്റൊരു അഡ്രസ്സ് കൂടി നൽകുന്നുണ്ട്. ഇതിനെയാണ് സബ്നെറ്റ് അഡ്രസ് അല്ലെങ്കിൽ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഒരു ലോക്കൽ നെറ്റ്വർക്കിനെ ലോജിക്കലി 2 അതിലധികമോ നെറ്റ്വർക്കുകളായി ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയയാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നെറ്റ്വർക്കിലെ തിരക്ക് അല്ലെങ്കിൽ ട്രാഫിക് കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് കൂടുന്നതോടൊപ്പം നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനും കഴിയും. ഉദാഹരണത്തിന് 255.255.255.0 എന്നൊരു സബ്നെറ്റ് മാസ്ക് ക്ലാസ് സി നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്നതാണ്. ക്ലാസ് സി നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 8 ബിറ്റുകളുള്ള
ആദ്യത്തെ 3 പാർട്ടുകൾ നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്ക് ഐ ഡിയും അവസാനത്തെ 8 ബിറ്റ് ഹോസ്റ്റ് ഐ ഡിയുമാണ്. ഈ അഡ്രസ്സിനെ ബൈനറി ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 വൺസുകളും 8 സീറോസും കാണാൻ കഴിയും. ഇതിനെ ചുരുക്കി /24 എന്ന് ഡിനോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 192.168.1.0/24 എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസ് ഉൾപ്പെടുന്ന നെറ്റ്വർക്കിന്റെ സബ്നെറ്റ് അഡ്രസ് എന്ന് പറയുന്നത് 255.255.255.0 ആയിരിക്കും. /8 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സബ്നെറ്റ് മാസ്ക് 255.0.0.0 ആയിരിക്കും. ഇവിടെ എ എന്ന മെഷീൻ ബി എന്ന ഡിവൈസിന്റെ നെറ്റ്വർക്ക് ഐ ഡി പാർട്ടിലെ ഓരോ ബിറ്റുകളെയും കമ്പയർ ചെയ്ത് നോക്കും. സബ്നെറ്റ് മാസ്കിലെ വൺസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഈക്വൽ ആയിരിക്കണം, അതായത് ട്രൂ ആയിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ ബിറ്റ് പൊസിഷനും കമ്പയർ ചെയ്യുമ്പോൾ അത് ട്രൂ ആവുകയാണെങ്കിൽ എ എന്ന ഡിവൈസിന് മനസ്സിലാകും ബി എന്ന ഡിവൈസ് സെയിം നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസ് ആണെന്ന്. എന്നാൽ കമ്പ്യൂട്ടർ സിയുടെ നെറ്റ്വർക്ക് ഐ ഡിയും എയുടെ നെറ്റ്വർക്ക് ഐ ഡിയുമായി ഇതുപോലെ ഓരോ പൊസിഷനിലെ ബിറ്റുകളും കമ്പയർ ചെയ്യുമ്പോൾ അത് എല്ലാ സമയത്തും ട്രൂ ആകില്ല. അതുകൊണ്ട് തന്നെ എക്ക് മനസ്സിലാകും സി റിമോട്ട് നെറ്റ്വർക്കിലെ ഡിവൈസ് ആണെന്ന്. ഇങ്ങനെയാണ് സബ്നെറ്റ് മാസ്കിന്റെ സഹായത്തോടു കൂടി എ എന്ന ഡിവൈസിന് ലോക്കൽ നെറ്റ്വർക്കിലെ ഡിവൈസുകൾ ഏതാണെന്നും റിമോട്ട് നെറ്റ്വർക്കിലെ ഡിവൈസുകൾ ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. ചിത്രത്തിൽ എക്ക് ബിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫാൾട്ട് ഗേറ്റ്വേയുടെ ആവശ്യമില്ല, നമുക്കറിയാം. അവിടെ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. എന്നാൽ എക്ക് സിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫാൾട്ട് ഗേറ്റ്വേയുടെ ആവശ്യം വേണ്ടി വരും. എങ്ങനെയാണ് എയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സിയിലേക്ക് എത്തുന്നതെന്ന് നമുക്കിനി മനസ്സിലാക്കാം. ചിത്രത്തിലെ കമ്പ്യൂട്ടർ ഡിവൈസുകളിലും അതോടൊപ്പം റൂട്ടറിലും ARP ടേബിൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ARP ടേബിളിനകത്ത് IP അഡ്രസ്സും MAC അഡ്രസ്സും കൂടെ മാപ്പ് ചെയ്തിട്ടുണ്ടാകും. സ്വിച്ചിനകത്ത് ഒരു MAC ടേബിൾ ഉണ്ടാകും. MAC ടേബിളിനകത്ത് ആ സ്വിച്ചിന്റെ ഓരോ പോർട്ടിലും ഏതൊക്കെ ഡിവൈസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് MAC അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഡിഫാൾട്ട് ഗേറ്റ്വേ ആയിട്ട് വർക്ക് ചെയ്യുന്ന റൂട്ടറിനകത്ത് റൂട്ടിംഗ് ടേബിൾ ഉണ്ടാകും. റൂട്ടിംഗ് ടേബിളിനകത്ത് ആ റൂട്ടറിന്റെ 2 ഭാഗത്തും ഇന്റർഫേസ് ചെയ്തിരിക്കുന്ന സ്വിച്ചിന്റെ IP അഡ്രസ്സും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകൾക്കും IP അഡ്രസ്സും MAC അഡ്രസ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ റൂട്ടറിന്റെ സ്വിച്ചുമായി ഇന്റർഫേസ് ചെയ്യുന്ന ഇന്റർഫേസിംഗ് ഭാഗത്ത് ആ നെറ്റ്വർക്ക് ഗ്രൂപ്പിൽപ്പെട്ട IP അഡ്രസ്സാണ് ഡിഫാൾട്ട് ഗേറ്റ്വേ IP അഡ്രസ് ആയിട്ട് നൽകേണ്ടത്. ഇവിടെ എ എന്ന ഡിവൈസ് സിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എ ഡിവൈസിലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ പാക്കറ്റിനെ L3 ഹെഡറും L2 ഹെഡറും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡാറ്റ ഫ്രെയിംസുകളാക്കി മാറ്റുന്നത്. L3 ഹെഡറിനകത്ത് സോഴ്സ് മെഷീനായ എയുടെ IP അഡ്രസ്സും ഡെസ്റ്റിനേഷൻ മെഷീനായ സിയുടെ IP അഡ്രസ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അതുപോലെ L2 ഹെഡറിനകത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സോഴ്സ് മെഷീനായ എയുടെ MAC അഡ്രസ്സും ഡെസ്റ്റിനേഷൻ മെഷീനായ റൂട്ടറിന്റെ MAC അഡ്രസ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. സ്വിച്ചിലേക്ക് എത്തുന്ന ഡാറ്റ ഫ്രെയിംസിന്റെ L2 ഹെഡർ പരിശോധിക്കുമ്പോൾ റൂട്ടർ ഡിവൈസിന്റെ MAC അഡ്രസ് ലഭ്യമാവുകയും ആ MAC അഡ്രസ് സ്വിച്ചിന്റെ ഏത് പോർട്ടുമായിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് സ്വിച്ചിങ് ടേബിളിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കി ഡാറ്റ ഫ്രെയിംസിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ ഡാറ്റ ഫ്രെയിംസ് റൂട്ടറിലേക്ക് എത്തിച്ചേരും. റൂട്ടറിലേക്ക് എത്തുന്ന ഡാറ്റ ഫ്രെയിംസിന്റെ L3 ഹെഡർ പരിശോധിക്കുമ്പോൾ റൂട്ടിംഗ് ടേബിളിന്റെ സഹായത്തോടു കൂടി ആ IP അഡ്രസ് ഉള്ള സിസ്റ്റം ഏത് നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് റൂട്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ആ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിലേക്ക് ഈ ഡാറ്റ ഫ്രെയിംസിനെ ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്കായി ഡാറ്റ ഫ്രെയിംസിന്റെ L2 ഹെഡറിനെ റീനെയിം ചെയ്തുകൊണ്ട് സോഴ്സ് മെഷീന്റെ MAC അഡ്രസ്സായ റൂട്ടറിന്റെ സെക്കൻഡ് നെറ്റ്വർക്കിന്റെ ഇന്റർഫേസിംഗ് സൈഡിലെ MAC അഡ്രസ്സും ഡെസ്റ്റിനേഷൻ മെഷീനായ സിയുടെ MAC അഡ്രസ്സും ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ
L2 ഹെഡ് റീനെയിം ചെയ്തെടുത്ത ഡാറ്റ ഫ്രെയിംസ് സെക്കൻഡ് നെറ്റ്വർക്കിലെ സ്വിച്ചിലോട്ട് റൂട്ടർ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഡാറ്റ ഫ്രെയിം റിസീവ് ചെയ്യുന്ന സ്വിച്ച് അതിലെ സ്വിച്ചിങ് ടേബിളിൻ്റെ സഹായത്തോടു കൂടി L2 ഹെഡറിലെ മാക് അഡ്രസ് ഏത് പോർട്ടിലാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും കറക്റ്റായിട്ട് ഡിവൈസ് സിയിലേക്ക് തന്നെ ആ ഡാറ്റ ഫ്രെയിംസിനെ ഫോർവേഡ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഡാറ്റ ഫ്രെയിം റിസീവ് ചെയ്യുന്ന സി അതിലെ L2 ഹെഡറും L3 ഹെഡറും പരിശോധിച്ചുകൊണ്ട് മാക് അഡ്രസ്സും IP അഡ്രസ്സും ഉറപ്പാക്കുകയും അതിലെ ഡാറ്റ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഡിഫാൾട്ട് ഗേറ്റ്വേയുടെ സഹായത്തോടു കൂടി മറ്റൊരു നെറ്റ്വർക്കിലെ സിസ്റ്റവുമായി ആശയവിനിമയം സാധ്യമാകുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ ഡാറ്റയെ നെറ്റ്വർക്ക് മീഡിയത്തിലേക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടോ ലൈറ്റ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ആയിട്ടാണല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ നിശ്ചിത ദൂരത്തിൽ കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പല കാരണങ്ങളാൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യത്തിൽ സിഗ്നലിനെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ റീജനറേറ്റ് ചെയ്യേണ്ടി വരും. അവിടെയാണ് റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്കുകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിവൈസാണ് മോഡം. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം ആവശ്യമായി വരുമ്പോൾ മോഡം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നെറ്റ്വർക്ക് ഡിവൈസാണ്. കാരണം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഡിജിറ്റൽ സിഗ്നലുകളായിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എന്നാൽ ടെലഫോൺ കേബിൾ ലൈനുകളിൽ അനലോഗ് സിഗ്നലുകളായിട്ടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി കൺവേർട്ട് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളായി മാറ്റിയെടുക്കേണ്ടി വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള മോഡുലേഷൻ ഡീമോഡുലേഷൻ പ്രോസസ്സ് നടത്തുന്നത് മോഡം ഉപയോഗിച്ചുകൊണ്ടാണ്. നെറ്റ്വർക്ക് ഡിവൈസുകളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിന്ന് ഡാറ്റ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അധ്യാപകരുമായി പങ്കുവയ്ക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.